ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഒരു മനുഷ്യന് ജീവിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ പല അഭിപ്രായം വരും. ഉയർന്നൊരു ജോലി വേണമെന്ന് പറയും, ഇല്ലെങ്കിൽ ധാരാളം സ്വത്ത് വേണമെന്ന് പറയും, ഇല്ലെങ്കിൽ കാറ് വേണം. ഇങ്ങനെ പല പല ആഗ്രഹങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത് സന്തോഷവും സമാധാനമാണ്. ഈ സന്തോഷവും സമാധാനം കിട്ടുന്നതിന് വേണ്ട ആഡഡ് ഫാക്ടേഴ്സാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം. ഈവൻ നമുക്ക് നല്ലൊരു ആരോഗ്യം പോലും നമുക്ക് വേണ്ടത് എന്തിനു വേണ്ടിയാണ്? സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ്, ഇല്ലേ? എന്നാൽ സന്തോഷവും സമാധാനവും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടായി വരുന്നതിന് നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോണുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഹോർമോണുകൾ ശരിയായിട്ട് വർക്ക് ചെയ്യില്ലെങ്കിലുള്ള അപകടം എന്തെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ഉണ്ടെങ്കിൽ പോലും നമുക്ക് സന്തോഷം ഉണ്ടാവത്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ പൊട്ടിത്തെറിക്കും. അതായത് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പെട്ടെന്ന് മൂഡ് ഔട്ടായി വരും. പലതരത്തിലുള്ള മൂഡ് സ്വിങ്സ് വന്നു വരാം. സ്ത്രീകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇന്ന് ഉയർന്ന ജോലിയുള്ള ആൾക്കാരുണ്ട്, പക്ഷേ അവരുടെ സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകണു എന്നായിരിക്കും പറയുക. കാരണം അവരുടെ ശരീരത്തിൽ സന്തോഷമുണ്ടാക്കുന്ന ഹോർമോണുകളിൽ വരുന്ന ഏറ്റക്കുറച്ചിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സിറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഈ സിറോട്ടോണിൻ എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ടും ഹോർമോണായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. സിറോട്ടോണിൻ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കുക മാത്രമല്ല, ബേസിക്കലി നമ്മുടെ മൂഡ് സ്റ്റെബിലൈസർ ആണെങ്കിലും നമ്മുടെ നാഡികൾ തമ്മിലുള്ള നെർവ്സിൻ്റെ കണ്ടക്ഷൻ, അതായത് നമ്മുടെ ശരീരത്തിൽ സന്ദേശങ്ങൾ വളരെ പെട്ടെന്ന് തലച്ചോറിൽ എത്തിക്കാൻ സഹായിക്കുന്നത് സിറോട്ടോണിനാണ്. ഇനിയുമുണ്ട് ഫങ്ഷൻസ്. ഇത് നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനത്തിനെ മെച്ചപ്പെടാൻ സഹായിക്കുന്നു, നമ്മുടെ ഉറക്കത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു, നമ്മുടെ മൂഡ് സ്വിങ്സ് ശരിയാക്കാൻ സഹായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഓർമ്മശക്തി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ബവൽ മൂവ്മെൻറ്റ് ശരിയാക്കാൻ സഹായിക്കുന്നുണ്ട്. നമുക്ക് വിശപ്പ് നന്നായിട്ട് വർദ്ധിക്കുന്നതിന്, ഭക്ഷണം കഴിച്ചാൽ തൃപ്തിയായി എന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യുന്നതിന്, ഇതിനെല്ലാം പുറകിൽ സെറോട്ടോണിൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടം കൊണ്ട് മാത്രം തീരുന്നില്ല. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങുന്നതിന് പോലും, നമ്മുടെ സുഖമായിട്ടുള്ളൊരു ഉറക്കം കിട്ടുന്നതിനാണെങ്കിൽ പോലും സിറോട്ടോണിൻ തന്നെയാണ് വേണ്ടത്. സിറോട്ടോണിൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറഞ്ഞു പോകുന്ന ഒരുപാട്, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് കുറഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ സിറോട്ടോണിന് എവിടെയാണ് കൂടുതൽ ഉണ്ടാകുന്നത് ചോദിച്ചാൽ, കൂടുതൽ പേരും പറയുന്നത് തലച്ചോറിലാണ് ഉണ്ടാകുന്നത്. അല്ല, നമ്മുടെ ശരീരത്തിൽ സിറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകുന്നതിൻ്റെ 90 മുതൽ 95% ഉണ്ടാകുന്നത് കുടലിനകത്താണ്. നമ്മുടെ കുടലിനകത്തുള്ള എൻഡോക്രോമാഫിൻ കോശങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും 90 മുതൽ 95% സിറോട്ടോണിൻ ഉണ്ടാക്കുന്നത്. ബാക്കി ഒരു 5 മുതൽ 10% മാത്രമാണ് നമ്മുടെ തലച്ചോറ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ഉണ്ടാക്കപ്പെടുന്നത്. ഇനി എപ്പോഴെങ്കിലും ഈ സിറോട്ടോണിൻ കുറഞ്ഞു പോയുള്ള അപകടം എന്താണെന്നറിയാം? ഒന്ന്, ഉറക്കം വരത്തില്ല, നമുക്കൊരു സംതൃപ്തി ഉണ്ടാകത്തില്ല, നമുക്കൊരു കാര്യം ചെയ്യാൻ ഉന്മേഷം ഉണ്ടാകത്തില്ല, മൂഡ് ഉണ്ടാകത്തില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൻ്റെ ചിന്തകൾ വേറൊരു തരത്തിൽ പോയി എന്ന് വരാം. ഒരേ സമയം പല ഐഡിയാസ് വന്ന് കൺഫ്യൂഷൻ ഉണ്ടായി ചെയ്യുന്ന കാര്യങ്ങളൊന്നും തലച്ചോറിൽ ഓർമ്മയിൽ നിൽക്കാത്ത ഒരു അവസ്ഥയുണ്ടായി എന്ന് വരാം. പലപ്പോഴും ഇത് കാരണം ഉന്മേഷക്കുറവും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും തുടരെ വന്നുകൊണ്ടിരുന്നു എന്ന് വരാം. അതുകൊണ്ട് തന്നെ ഈ സിറോട്ടോണിൻ ഹോർമോൺ ശരീരത്തിൽ കുറഞ്ഞു പോകാതിരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഒരു കടമ തന്നെ, നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സിറോട്ടോണിൻ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് നിർത്തുന്നതിന്, ആവശ്യത്തിന് ശരീരത്തിന് കിട്ടുന്നതിനും, ഈ സ്വിങ്സ് വരാതെ സ്റ്റഡി ആയിട്ട് കിട്ടുന്നതിനും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട 10 കാര്യങ്ങൾ വിശദീകരിക്കാം. ഈ 10 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, വളരെ സിമ്പിളാണ്, ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറോട്ടോണിൻ കുറഞ്ഞു പോകുന്ന സാഹചര്യം വരത്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദിവസവും രാവിലെകളിൽ സൂര്യപ്രകാശം ഏൽക്കുക. ഇന്ന് പലപ്പോഴും വീട്ടിനകത്തിരിക്കുക, ഇല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇറങ്ങാതിരിക്കുക, കഴിയുമെങ്കിൽ വർക്ക് ഫ്രം ഹോം എടുക്കുക, ഇല്ലെങ്കിൽ കഴിയുന്നത്ര AC-ക്കകത്തിരുന്ന് വെയിലൊന്നും കൊള്ളാതെ പോവുക എന്നൊരു രീതിയിലേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്. എന്നാൽ ദിവസവും രാവിലെ ഒരു 15 മുതൽ 20 മിനിറ്റെങ്കിലും വെയിൽ കൊള്ളുന്നത്, പലപ്പോഴും നമ്മൾ ഈ വൈറ്റമിൻ ഡി സിന്തസിന് നമ്മൾ വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്നൊക്കെ പറയത്തില്ലേ, എന്നാൽ അതുപോലെ തന്നെ പ്രധാനമാണ് സിറോട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിലും വെയിൽ കൊള്ളണം. ദിവസവും, ആഴ്ചയിൽ 4 ദിവസമെങ്കിലും വെയിൽ, രാവിലത്തെ വെയിൽ ഒരു 15 മിനിറ്റ് എങ്കിലും കൊള്ളുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യും. പലപ്പോഴും രാവിലെ വെയിൽ കൊണ്ടിട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ രാവിലെ ഒന്ന് ഓടിയിട്ടോ നടന്നിട്ടോ വരുന്ന സമയത്ത് നല്ല ഉന്മേഷം ഉണ്ടാകുന്നതിൻ്റെ കാരണം സിറോട്ടോണിൻ പ്രൊഡക്ഷൻ നടക്കുന്നത് തന്നെയാണ്. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് വ്യായാമമാണ്. കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. അതിപ്പോൾ ഓടുന്നതായിക്കോട്ടെ, ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നതായിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിക്കോട്ടെ, നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സിറോട്ടോണിൻ സ്റ്റിമുലേഷനാണ് ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത്. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ പോയി ജിമ്മിൽ പോയി ഒന്ന് വ്യായാമം ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ ഒന്ന് നടക്കാനോ ഓടാനോ പോയി നോക്കി പെട്ടെന്ന് ഉന്മേഷം വന്ന് നിങ്ങളൊന്ന് കൂളാകുന്ന ഫീൽ ചെയ്യില്ല, നിങ്ങളുടെ ടെൻഷൻ കുറയുന്ന ഫീൽ ചെയ്യില്ല. എൻ്റെ കാരണം സിറോട്ടോണിൻ വ്യായാമം ചെയ്യുമ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇനി മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്.
ടെൻഷൻ കുറയ്ക്കുന്നതിന് സെറോട്ടോണിൻ ആവശ്യമാണ്. എന്നാൽ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനും ടെൻഷൻ കുറയ്ക്കേണ്ട ആവശ്യമാണ്. ഇത് തമ്മിൽ പരസ്പര പൂരകങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അമിതമായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മൂഡ് ഔട്ടായിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ല. കാരണം സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകും. പലപ്പോഴും ഓഫീസിലുള്ള പ്രോബ്ലം, ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതെല്ലാം നിങ്ങളെ അലട്ടുന്ന സമയത്ത് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ജീവിതത്തെ ഓൾ ടുഗദർ മുന്നോട്ട് നോക്കിക്കൊണ്ട് കാണുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് സെറോട്ടോണിൻ ഉൽപ്പാദനത്തിന്. നമുക്ക് ടെൻഷൻ കുറയ്ക്കാനുള്ള പലവിധ മാർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് യോഗ, മെഡിറ്റേഷൻ പോലുള്ളത് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ബ്രീത്തിങ് എക്സസൈസ്, ഞാൻ കഴിഞ്ഞ തവണത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സ് കുറയുന്നതിനും, പ്രത്യേകിച്ച് സ്ട്രെസ്സ് വരുമ്പോൾ മസിലുകൾ വലിഞ്ഞു മുറുകും, നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ സ്ലോ ഡൗൺ ആയി പോകുന്നതിന് കാരണം, അമിതമായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരുന്നതിൻ്റെ കാരണവും ഈ സെറോട്ടോണിൻ കുറഞ്ഞു പോകുന്നതാണ്. സോ ഈ സെറോട്ടോണിൻ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് ബ്രീത്തിങ് എക്സസൈസ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത് 3 സെക്കൻഡ് കൊണ്ട് ശ്വാസം പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് വലിച്ച് 3 സെക്കൻഡ് കൊണ്ട് മാക്സിമം എടുത്തതിന് ശേഷം അടുത്ത ഒരു 6 മുതൽ 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പുറത്തേക്കും വിടരുത്, അകത്തേക്കും വിടരുത്, ഹോൾഡ് ചെയ്ത് പിടിക്കുക. അത് കഴിഞ്ഞ് അടുത്ത ഒരു 7 മുതൽ 8 സെക്കൻഡ് കൊണ്ട് എത്രത്തോളം പതിയെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാമോ അത്രത്തോളം പതിയെ പുറത്തേക്ക് വിടുക. ഇത് ചെയ്യുന്നത് ഒരു സൈക്കിൾ, ഇങ്ങനെ ദിവസത്തിൽ 2 തവണയോ 3 തവണയോ ഈ ബ്രീത്തിങ് എക്സസൈസ് ആവർത്തിക്കുന്നത് സെറോട്ടോണിൻ്റെ സ്റ്റിമുലേഷന് സഹായിക്കുന്നത്. ഇനി അടുത്ത മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യം ചെയ്യുക. പലർക്കും പാട്ട് കേൾക്കാൻ ഇഷ്ടമാണല്ലേ, മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് സെറോട്ടോണിൻ സ്റ്റിമുലേഷന് സഹായിക്കുമെന്ന് പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഒരു ദിവസത്തിൽ ഏതെങ്കിലും നേരം കേൾക്കുക. അമിതമായിട്ട് ടെൻഷൻ ഉള്ള സമയത്ത് കുറച്ച് പാട്ടുകൾ, ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുന്നത് നിങ്ങളെ ഒന്ന് കൂളാക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ കാരണം പാട്ടുകൾ നിങ്ങളുടെ ഈ സെറോട്ടോണിൻ സ്റ്റിമുലേഷന് സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇനി 5ാമത്തെ മാർഗം എന്ന് പറയുന്നത് ശരീരത്തിന് ചെയ്യുന്ന മസാജാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ജെൻറ്റിലായിട്ട് തടയുക. അത്യാവശ്യം നന്നായിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് തിരുമ്മൽ അറിയാവുന്നുള്ള ഒരു ശരീരത്തിൽ ചെയ്യുന്ന മസാജ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചെയ്യുന്ന മസാജ്. സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മടിയിൽ, അമ്മയുടെയോ ഭാര്യയുടെയോ മടിയിൽ കണ്ണടച്ച് കിടക്കുക, അവർ ഒന്ന് നെറ്റിയിൽ തടവി തരിക, അല്ലെങ്കിൽ കൈയും കാലും ഒന്ന് മസാജ് ചെയ്ത് തരുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എത്രത്തോളം ടെൻഷനിലാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് കൂളാകുന്നത് കണ്ടിട്ടില്ലേ? ഇതിന് മസാജ് തെറാപ്പി എന്നാണ് പറയുന്നത്. ഈ മസാജ് തെറാപ്പി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ സെറോട്ടോണിൻ സ്റ്റിമുലേഷനെ സഹായിക്കും. അത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ മസാജ് ചെയ്യുന്നത് വഴിക്ക് സെറോട്ടോണിൻ സ്റ്റിമുലേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും മസാജ് സെൻറ്റേഴ്സ്, തട്ടിപ്പ് സെൻറ്റേഴ്സ് അല്ല കേട്ടോ, ഈ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഓതറേറ്റീവ് മസാജ് സെൻറ്റേഴ്സിൽ പോയിട്ട് ശരീരം മസാജ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് എണ്ണ ഉപയോഗിച്ചിട്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി മസാജേഴ്സ് ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിൽ നന്നായിട്ട് സെറോട്ടോണിൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്ത മാർഗം എന്ന് പറയുന്നത്, നമുക്ക് ഭക്ഷണത്തിലൂടെ എങ്ങനെ സെറോട്ടോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സെറോട്ടോണിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആവശ്യമാണ്. ഈ ട്രിപ്റ്റോഫാനാണ് ശരീരത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുടലിനകത്ത് അത് കൺവേർട്ട് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ കോശങ്ങളിൽ കൺവേർട്ട് ചെയ്തിട്ട് ഇതിനെ സെറോട്ടോണിനാക്കി മാറ്റുന്നത്. ട്രിപ്റ്റോഫാൻ ശരീരത്തിൽ കിട്ടുക എന്നുള്ളതും പ്രധാനമാണ്. ഈ ട്രിപ്റ്റോഫാൻ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ്. അതിന് കുടലിൻ്റെ ആരോഗ്യം വേണം എന്നുള്ളത് നിർബന്ധമാണ്. പലപ്പോഴും ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, കുടലിൻ്റെ മൂവ്മെൻറ്റ് പ്രശ്നമുള്ളവർക്ക്, നിങ്ങൾക്കിപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടോയ്ലറ്റിൽ പോകണമെന്നുള്ളവർക്കോ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്ന സമയത്തോ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്തോ പെട്ടെന്ന് ടെൻഷൻ കാരണം ലൂസ് മോഷൻ വരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. അവർക്കെല്ലാം തന്നെ ഈ കുടലിനകത്ത് ട്രിപ്റ്റോഫാൻ കൺവേർട്ട് ചെയ്ത് സെറോട്ടോണിനാകുന്നത് താരതമ്യേന കുറവായിരിക്കും. ഇവർക്ക് അമിതമായിട്ട് ടെൻഷൻ ഉണ്ടാകുന്ന സാഹചര്യം, ഒരു സന്തോഷമില്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ട്രിപ്റ്റോഫാൻ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പോലെ തന്നെ കുടലിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടുത്തണം. ട്രിപ്റ്റോഫാൻ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിലെ വാഴപ്പഴം, പ്രത്യേകിച്ച് ഏത്തപ്പഴത്തിനകത്ത് ഏറ്റവും കൂടുതൽ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ചിക്കൻ, കോഴിമുട്ട ഇവയ്ക്കകത്തും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. നട്ട്സിനകത്ത്, അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ നട്ട്സിനകത്ത്, മത്തങ്ങ കുരുവിനകത്തെല്ലാം തന്നെ ട്രിപ്റ്റോഫാൻ ആവശ്യത്തിന് അടങ്ങിയിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ദിവസത്തിൽ 1-2 നേരം ചെറിയ അളവിലെങ്കിലും കഴിക്കുന്നത് ട്രിപ്റ്റോഫാൻ സ്റ്റിമുലേഷന് സഹായിക്കും. ഇനി അടുത്ത മാർഗം എന്ന് പറയുന്നത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് കുടലിനകത്ത് ബെനിഫിഷ്യലായിട്ടുള്ള ബാക്ടീരിയകളെ വളർത്തുക. അതായത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയും എത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ട്രിപ്റ്റോഫാനെ കൺവേർട്ട് ചെയ്ത് സെറോട്ടോണിനാക്കി ശരീരം മാറ്റുകയും ചെയ്യും. അതിന് പ്രധാനമായിട്ടും
നമ്മുടെ കുടലിനകത്ത് നല്ല ബാക്ടീരിയകളുടെയും ചീത്ത ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും ആ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യണം. പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ അമിതമായിട്ടുള്ള ടെൻഷൻ കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഭക്ഷണ രീതി നിങ്ങൾക്കറിയാമല്ലോ, കരിച്ചു മൊരിച്ച ഭക്ഷണങ്ങൾ, ബേക്കറി സാധനങ്ങൾ ഇതെല്ലാം കഴിച്ചിട്ട് കുടലിനകത്തുള്ള ബാക്ടീരിയകൾ, നല്ല ബാക്ടീരിയകളുടെ അളവ് കുറവായിരിക്കുകയും ചീത്ത ബാക്ടീരിയകളും ഫംഗസും കൂടി നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് വരെ ചേഞ്ചസ് ഉണ്ടാക്കുന്നതിന് കാരണമാകാറുണ്ട്. എന്നാൽ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ട്രിപ്റ്റോഫാൻ സെറോട്ടോണിനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഹാപ്പി ഹോർമോൺസ് കൂടാൻ ഗുണകരമാകും. അതിന് പ്രധാനമായിട്ട് നമ്മൾ കഴിക്കേണ്ടത് പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണ്. പ്രോബയോട്ടിക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിനകത്തുള്ള നല്ല ബാക്ടീരിയകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. പ്രധാനമായിട്ടും നമ്മൾ തൈര്, മോര്, യോഗേർട്ട് പോലുള്ള ഭക്ഷണങ്ങൾ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകൾ, അതായത് പുറത്തുനിന്നുള്ള അച്ചാറുകൾക്കകത്ത് പ്രിസർവേറ്റീവ്സും കളേഴ്സും ഉണ്ടാകും, അത് ഗുണകരമല്ല. വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകൾ, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക കുടലിനകത്തുള്ള നല്ല ബാക്ടീരിയകളെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് പ്രീബയോട്ടിക് ഭക്ഷണങ്ങളാണ്. അതായത് നമ്മുടെ കുടലിനകത്തുള്ള ഈ നല്ല ബാക്ടീരിയകൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിന് പച്ചക്കറികൾ, ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ പതിവായിട്ട് ഉൾപ്പെടുത്തണം. പലപ്പോഴും ഈ നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നവർ അതിൻ്റെ കൂടെ സാലഡുകളും മറ്റും എടുക്കാറില്ല. എന്നാൽ നിങ്ങൾ എത്ര അളവാണ് നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ ഇരട്ടി അളവ് സാലഡുകൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, അതിപ്പോൾ നിങ്ങൾ തോരനായിട്ട് വെച്ചിട്ടോ അവിയലായിട്ട് വെച്ചിട്ടോ ഇലക്കറികളായിട്ടോ നിങ്ങൾ ഒരു ദിവസത്തെ ഭക്ഷണം ഉൾപ്പെടുത്തണം. ഇൻസോലുബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള പയർ, കടല, പരിപ്പ് പോലുള്ളവ, പഴവർഗ്ഗങ്ങൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം പെർഫെക്റ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തോളും. ഇത് പലപ്പോഴും നമുക്ക് കുടലിനകത്ത്, ഞാൻ പറഞ്ഞല്ലോ, ഈ നമുക്ക് ഈ നല്ല ബാക്ടീരിയ വളർത്തുന്നതിന് മാത്രമല്ല, കുടലിൻ്റെ മൂവ്മെൻറ്റ് മെച്ചപ്പെടുത്തുന്നതിന്, കൂടാതെ നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് എല്ലാം സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് ഈ പ്രീബയോട്ടിക് ഭക്ഷണങ്ങൾ. സോ ഇത്തരത്തിലുള്ളവ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഈ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണ് നാരുകൾ അടങ്ങിയിട്ടുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെള്ളയരി പോലുള്ള ഭക്ഷണങ്ങൾ മാറ്റി തവിടുള്ള ധാന്യങ്ങൾ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുന്നതിന്, സെറോട്ടോണിൻ ഉണ്ടാകുന്നതിന് കാർബോഹൈഡ്രേറ്റ്സ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന അന്നജമാണ് പലപ്പോഴും നമുക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇപ്പം അരിയും ഗോതമ്പും പോലുള്ള ഭക്ഷണമെല്ലാം നിർത്തി പലരും കീറ്റോ ഡയറ്റ്, അതായത് നോൺ വെജ് ഭക്ഷണങ്ങളും പച്ചക്കറികളും ഇലക്കറികളും മാത്രം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് ഇവർ മെലിയുന്നതാണ്. പക്ഷേ അവർക്കൊരു സന്തോഷം ഉണ്ടാകത്തില്ല, സംതൃപ്തി ഉണ്ടാകത്തില്ല, അല്ലേ? എപ്പോഴും ഒരു ഉന്മേഷമില്ലാത്ത, സംതൃപ്തി ഇല്ലാത്ത ഒരവസ്ഥ. ചെറിയ കാര്യം ചോദിച്ചാൽ തന്നെ ഇവർ പൊട്ടിത്തെറിക്കുന്നതാണ്. കാരണം ഇവരുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാത്തതാണ് എന്ന് കരുതിയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇപ്പോൾ എല്ലാ തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സും കഴിച്ചാലുള്ള പ്രോബ്ലം, ഇതിനകത്ത് ഫൈബറുകളില്ല. നമ്മൾ കഴിക്കുന്ന സമയത്ത് രക്തത്തിൽ എന്നും പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സ് ഒന്ന് കൂടും, അതായത് ഷുഗർ ലെവൽ ഉയർന്നിട്ട് പിന്നെ പെട്ടെന്ന് കുറഞ്ഞു എന്ന് വരാം. ഇങ്ങനെ സഡനായിട്ട് ഇൻസുലിൻ സ്പൈക്ക് വരുന്നത് സെറോട്ടോണിൻ്റെ ഒരു സ്പൈക്ക് ഉണ്ടാക്കി പെട്ടെന്ന് കുത്തനെ താണു പോകുന്നതിന് കാരണമാകും. അതുകൊണ്ട് ആ തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റിനേക്കാൾ നല്ലത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ, അതായത് വെള്ള അരിയേക്കാൾ തവിടുള്ള അരി, നമ്മൾ ആട്ട അല്ലെങ്കിൽ മൈദ ഉപയോഗിക്കുന്നതിനേക്കാൾ ഗോതമ്പ് പൊടിപ്പിച്ച് അതിൻ്റെ ഫൈബറോട് കൂടി ഉപയോഗിക്കുക. കൂടാതെ മില്ലറ്റ്സ്, റാഗി പോലുള്ളവ, അവയ്ക്ക് നിറയെ ഫൈബറുണ്ട്. ഇവ കഴിക്കുന്നതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ദഹിക്കത്തില്ല, ഗ്രാജ്വലി വളരെ സ്ലോലി രക്തത്തിലേക്ക് ഷുഗർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതായത് ഇൻസുലിൻ സ്പൈക്സ് ഉണ്ടാകാതെ തന്നെ രക്തത്തിൽ എപ്പോഴും ചെറിയൊരളവ് നമുക്ക് ഒരു ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സെറോട്ടോണിൻ കുറഞ്ഞു പോകാതെ സ്റ്റഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. ഇതാണ് ഭക്ഷണക്രമം. ഇനി 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് തോട്ടുകളാണ്. പോസിറ്റീവ് തോട്ട് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഒരു മനുഷ്യരുടെ ഒരു ശീലം എന്ന് പറയുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരെ കുറ്റം പറയുക, മറ്റുള്ളവരുടെ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുക, നമ്മൾ അവർ കേൾക്കാതെ അവരെ പറ്റിയുള്ള കുറ്റം മറ്റുള്ള ആൾക്കാരോട് പറയുക. ഈ രീതിയിൽ മാത്രമല്ല, നമ്മൾ ഏത് കാര്യത്തിൻ്റെ നെഗറ്റീവ് മാത്രം തിങ്ക് ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ സെറോട്ടോണിനെ കുറച്ച് കളയും. അതായത് മറ്റുള്ളവരെ പറ്റി നമ്മൾ മോശം പറഞ്ഞാലോ ദോഷം പറഞ്ഞാലോ നമുക്ക് ദേഷ്യം വന്നാലോ എല്ലാം നമ്മുടെ ശരീരത്തിനകത്തുള്ള ഹാപ്പി ഹോർമോണാണ് കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പോസിറ്റീവ് തോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക, ആരെയും കഴിയുന്നത്ര കുറ്റം പറയാതിരിക്കുക. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് അവരുടെ ഒരു സ്വഭാവ പ്രത്യേകതയാണ്, അതല്ലാതെ അവരെ കുറ്റം പറഞ്ഞതുകൊണ്ട് കുറ്റം പറയുന്ന ആൾക്കാരുടെ സന്തോഷം ഹോർമോൺ കുറഞ്ഞു പോകുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. സോ ഹാപ്പി ഹോർമോൺസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങൾ നിർബന്ധമായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിയേ. വെറുതെ ടെൻഷൻ അടിച്ച് ചാവാതെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികളിൽ പോലും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സെറോട്ടോണിൻ കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുക. ഉറപ്പായിട്ട് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് 2 വട്ടം ചിന്തിക്കുന്നതിനും ഈ മാറ്റങ്ങൾ വരുത്തി സന്തോഷത്തോടെ ഇരിക്കുന്നതിനും ഇത് സഹായിക്കും. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.